പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതി ഭർത്താവിനെതിരെ വീണ്ടും പോലീസിൽ പരാതി നൽകി. ഗാർഹിക പീഡനം ആരോപിച്ചാണ് വീണ്ടും പരാതി നൽകിയത്. മീൻകറിക്കുപ്പില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാഹുൽ മർദ്ദിച്ചിരുന്നത് യുവതി പറയുന്നു. പരാതിയിൽ പന്തീരാങ്കാവ് പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. രാഹുൽ സ്റ്റേഷനിൽ കരുതൽ തടങ്കലിലാണ്. രണ്ടാം തവണയാണ് യുവതി പീഡന പരാതിയുമായി രംഗത്ത് വരുന്നത്. രമ്യ ചേർന്നുണ്ട് നമുക്കൊപ്പം. രമ്യ, ഈ ഒരിടവേളയ്ക്കു ശേഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു ഗാർഹിക പീഡന കേസായിരുന്നു ഈ പന്തീരാങ്കാവിലേത്. അവസാനം അതിൽ നടന്നതും നാടകീയമായ സംഭവങ്ങളായിരുന്നു. ഈ മർദ്ദനമേറ്റ യുവതി തന്നെ വന്ന് തനിക്ക് ഒരു പരാതിയുമില്ല, വീട്ടുകാർ ചേർന്ന് കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നു. പിന്നീട് ആ കേസ് പോകുന്നു. ഇപ്പോൾ വീണ്ടും ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? രാഹുൽ കരുതൽ തടങ്കലിലാണോ? യുവതി എന്താണ് പറയുന്നത്? മർദ്ദനം, ഈ വലിയ കാര്യമുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ടോ പെൺകുട്ടി? സേതു, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു ഗുരുതര പരിക്കുകളോടെ, അതായത് കണ്ണിനും മുഖത്തും പരിക്കുകളോടെ യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതിനെ തുടർന്ന് ഗാർഹിക പീഡനമാണ്, അതായത് കറിയിൽ ഉപ്പിലെന്ന് പറഞ്ഞ് ഭർത്താവ് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു യുവതി ആശുപത്രിയിൽ നൽകിയ മൊഴി. തുടർന്ന് പോലീസ് എത്തി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ യുവതിക്ക് പരാതിയില്ലെന്നും മാതാപിതാക്കൾക്കൊപ്പം പോകാനാണ് താല്പര്യമെന്നുമാണ് യുവതി അറിയിച്ചിരുന്നത്. എന്നാൽ മാതാപിതാക്കൾ എത്തിയ ശേഷമാണ് ഇന്നിപ്പോൾ യുവതി പരാതിയുമായി ഇപ്പോൾ പന്തീരാങ്കാവ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. യുവതിയുടെ പരാതിയിൽ ഇപ്പോൾ സ്റ്റേഷനിൽ മൊഴിയെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ രാഹുൽ, ഇവിടെ ഭർത്താവായ രാഹുൽ ഇവിടെ കരുതൽ തടങ്കലിലാണ്. അതായത് പൊതുസ്ഥലത്ത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഇന്നലെ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവിടെ കരുതൽ തടങ്കലുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ഈ ഒരു ഏറെ നാളത്തെ കോളിളക്കത്തിന് ശേഷം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. അത് ഒരു സമയത്ത് അത് വലിയ രീതിയിൽ തന്നെ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. അതിനുശേഷം പരാതിയില്ലെന്ന് പറഞ്ഞ യുവതി ഭർത്താവിനൊപ്പം പോവുകയായിരുന്നു. എന്നാൽ ഈ 1.5 മാസമായി ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. പല സമയങ്ങളിലും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. പല സമയത്തും പല കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവ് യുവതിയെ മർദ്ദിച്ചിരുന്നതായിട്ടാണ് മാതാപിതാക്കൾ നമ്മളോട് പറയുന്നത്. ഹൈക്കോടതി കേസ് റദ്ദാക്കി യുവതി തിരികെ രാഹുലിനൊപ്പം പോയതിനു ശേഷം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മർദ്ദനം ഉണ്ടായിരുന്നു, അങ്ങനെയാണോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സേതുലക്ഷ്മി. ഭർത്താവിനൊപ്പം പോയതിനു ശേഷവും മർദ്ദനങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടുകാരുമായി സംസാരിക്കാൻ സമ്മതിച്ചിരുന്നില്ല തുടങ്ങിയ വിവരങ്ങൾ തന്നെയാണ് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പല പല വിഷയങ്ങൾ പറഞ്ഞാണ് യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ കറിക്ക് ഉപ്പില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് മർദ്ദിച്ചത്. ഇതിനെ തുടർന്നാണ് യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവരെ യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആംബുലൻസിൽ വെച്ചും ഇയാൾ മർദ്ദിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് യുവതി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലും അതുപോലെ തന്നെ പോലീസിലും നൽകിയ മൊഴി. സേതു, ശരി രമ്യ, പന്തീരാങ്കാവ് കേസിലെ ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ യുവതിക്ക് വീണ്ടും ഭർത്താവിൽ നിന്ന് മർദ്ദനമേറ്റിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രമ്യ.